എല്ലാവർക്കും സുഖമാണോ? നാളെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊരു NCC ഓഫീസറാണ്, മേജർ റാങ്കിലുള്ള ഒരു ഓഫീസറാണ്, പോലീസൊന്നുമല്ല, ഒരു സാധാ പാവ മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു, നാളെ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനമാണല്ലോ. അപ്പം അതുകൊണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ വലിയ വചനപ്രഘോഷകനൊന്നുമല്ല, അപ്പം അതുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുന്ന പോലെയായിരിക്കും ഞാൻ സംസാരിക്കുക. നിങ്ങളത് ക്ഷമിക്കണമെന്ന് വിനയപരസ്പരം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഒന്ന് പരസ്പരം അങ്ങോട്ടൊക്കെ നോക്കിയ സുഖമാണ്. അടുത്തിരിക്കുന്നവർ, എൻ്റെ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ വല്ലവരും ഉണ്ടോ? ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളവരുണ്ടാവും അടുത്തൊക്കെ. ഒന്ന് ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ക്ലാസ്സിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ബൈബിള് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവരായതുകൊണ്ട് എനിക്ക് പേടിയാണ് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ബൈബിളിനെ കുറിച്ചൊക്കെ. നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്റ്റൈജു BJ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ഗാകുൽത്തായിൽ വന്ന് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളൊന്നും തീരുമാനിച്ചതല്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. സ്റ്റൈജു, നീ കുറുമാല് വരണം, കുറുമാല് നീ 10 തൊട്ട് 11:30 വരെ അവിടെ സംസാരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനെ ഉപകരണമായിട്ട് ഇതിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ആളുകൾ വിളിക്കുന്നു. അവിടെ വരാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊരു പദ്ധതി, ഇതങ്ങോട്ട് ഓർപ്പിക്കണം ആദ്യം. എനിക്ക് കഷ്ടപ്പാടുകൾ വരുന്നത്, എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് എൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിലേക്ക് അടുക്കാനാവാം. അവിടെയാണ് ജെറമിയ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 3 എണ്ണത്തിന് തന്നെ നോക്കിയിട്ട് പദ്ധതി നമുക്ക് പറ്റുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് ഈ മുതലിന് എന്ത് പദ്ധതിയിലേക്കാണ് വിടണ്ടേ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചർച്ചയാണ്. നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഉപദേശിക്കുക. +2 കഴിഞ്ഞ കുട്ടികളെയും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉപദേശിക്കുക. ഒരു പദ്ധതി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റാത്തടത്താണ് ജെറമിയ പ്രവാചകൻ 29 അധ്യായം 11 വാക്യത്തിൽ പറയണേ, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല. നമ്മൾ നടത്തുന്ന പദ്ധതിയൊക്കെ എന്താ? ഭർത്താവിൻ്റെ അനിയൻ നല്ലൊരു വീട് വെച്ചു, അപ്പോൾ നമുക്കൊരു പദ്ധതി ഉണ്ടാവണം, അതിനേക്കാൾ വലിയ വീട് വേണം. അവൻ മാരുതി കാറ് മേടിച്ചു, അതിനേക്കാൾ നല്ലൊരു കാറ് വേണം. അങ്ങനെയാണ് നമ്മുടെ പദ്ധതികൾ പോകണം. ബൈബിളിൽ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പഠിച്ചേക്കണത്. ദൈവം നൽകുന്ന ഓരോ പദ്ധതികളും നാശത്തിനുള്ളതല്ല. ഇതങ്ങോട്ട് ഉറപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഇന്ന് ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, അപ്പന് മനസ്സിലാവുന്നില്ല, മക്കൾക്ക് മനസ്സിലാവുന്നില്ല, ടീച്ചർമാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ? ഈ പദ്ധതി എൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് എത്ര മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്? എത്ര പേരെ മക്കളെ കമ്പ്യൂട്ടറിൽ നിന്ന്, മൊബൈലിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് ഒഴിവാക്കി പിടിക്കാൻ സാധിക്കുന്നുണ്ട്? നന്മയ്ക്കുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അടുത്ത് പറയാണ്, അത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എന്താ ഈ പ്രത്യാശ? ഇപ്പോൾ നമ്മൾ KTS ക്ലാസ്സിലൊക്കെ പഠിച്ചു, എന്താ വിശ്വാസം? കാണാത്തത് എന്ന് പറയുക. ഇടയ്ക്ക് ഉറങ്ങിപ്പോലെങ്കിൽ കാണാത്തത് എന്നിട്ട് നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അളവുകോല് കർത്താവ് പറയുന്നുണ്ട്. മലമുകളിൽ കയറി നിന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി, ആ മല എവിടെ പോയിട്ട് വീഴും? ചാവക്കാട് കടലിൽ പോയിട്ട് വീഴും. എത്ര വിശ്വാസത്തിന് അളവ് പറഞ്ഞേ? കർത്താവ് എത്ര മിടുക്കനാന്ന് പറയുക? കടുകുമണിയാണ്. അല്ലാണ്ട് എവറസ്റ്റ് പോലെ വിശ്വാസം എന്നൊന്നും പറഞ്ഞില്ല. കടുകുമണി. ഞാനെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട് കുനുമിച്ചിക്കാരൊക്കെ കൂടി ഉണ്ടാവും. ഞാൻ മറ്റേ മലയുടെ മുകളിൽ നിന്നിട്ട് വെലങ്ങൻകുന്നിനൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. KTS ക്ലാസ്സിൽ കേട്ട ഈ വചനം വരച്ചിട്ട്, വെലങ്ങൻകുന്ന് നീ പോയിട്ട് ചാവക്കാട് കടപ്പുറത്ത് വീഴും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ, കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ആ കുന്ന് അവിടെ നിൽക്കുക തന്നെയാണ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്. അതാണ് പദ്ധതി. എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി തെളിവാക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം എൻ്റെ ഭർത്താവിന് അസുഖം വന്നു, എൻ്റെ വീട്ടിൽ അസ്വസ്ഥതകളുണ്ട്, അപ്പോൾ ഓടി വന്ന് ഗാകുൽത്തായിലെ ഈ കൂടാരത്തിൽ ഒരു കൂടുകയല്ല. എൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ, എൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എത്ര പേര് ഇവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അളവുകോല്. അവിടെ പറയണേ നമ്മുടെ പദ്ധതിയെക്കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 80ാമത്തെ സ്വാതന്ത്ര്യദിനാണ്. നമുക്ക് സ്വാതന്ത്ര്യം എന്താ? ആരാ? ദൈവമാണ്. പിന്നെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറേ ആൾക്കാർ പേര് പറയും അല്ലേ? ആരൊക്കെയാ അത്? പൗലോസേട്ടൻ, ജോസഫേട്ടൻ, ആരൊക്കെയാ? ഗാന്ധിജിയുണ്ട്, നെഹ്റു ഉണ്ട്. ഇതാര് പകർന്നു കൊടുത്തതാ? നമ്മൾ പകർന്നു കൊടുത്തതാ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ
വൈവിധ്യമുള്ള ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാനായിട്ട് അർദ്ധ ഫക്കീറായിട്ട് വസ്ത്രം ധരിക്കാത്തൊരു ഗാന്ധി, മൊട്ടത്തലനായിട്ടുള്ള ഒരു ഗാന്ധി ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈ ഭാവിയിലൊക്കെ എന്താവും എന്നുള്ളതൊക്കെ ഓർക്കണം നമ്മൾ. അവിടെയാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. അത് ഭൗതികമായ സ്വാതന്ത്ര്യമാണെങ്കിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത, ഗാന്ധിജി സ്വാതന്ത്ര്യം നൽകിയത് അഹിംസയാണ്. ഉപ്പ് സത്യാഗ്രഹം, വസ്ത്രങ്ങൾ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് ഒക്കെയാണ് സ്വാതന്ത്ര്യത്തിന് പണിയെടുത്തെങ്കിൽ നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്യം ശ്രദ്ധിച്ചോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താ? അഹിംസയല്ല, അഹിംസയല്ല, ഉപ്പുണ്ടാക്കലല്ല, വസ്ത്രപേക്ഷിക്കലല്ല, നോമ്പെടുക്കലല്ല, 8 നോമ്പെടുക്കലല്ല, 3 നോമ്പെടുക്കലല്ല, 50 നോമ്പെടുക്കലല്ല. നിങ്ങളെ സ്വതന്ത്രരാക്കണമെങ്കിൽ എന്ത് വേണം? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇത് ഉറപ്പിക്കണത് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളല്ല വേണ്ടത്. സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണ പറയണേ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. യേശു അവിടെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, ഫരിസേയരുണ്ട്, വിശ്വാസമില്ലാത്ത വലിയ നിയമജ്ഞ പണ്ഡിതരുണ്ട്. അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ദൈവം അവരോടൊക്കെ സംസാരിക്കുന്ന ഒരു ഡിബേറ്റുണ്ട്. അതിന് മുമ്പ്, ഈ 31 മുമ്പുള്ളത് വിശ്വാസമില്ലാത്തൊരു സമൂഹത്തോട് യേശു സംസാരിക്കുന്ന വാചക. ഞാൻ പറയുന്നത് 31 മുതലുള്ളത്. അത് തന്നിൽ വിശ്വസിക്കുന്നവരോട്. ആ വാക്യം ശ്രദ്ധിച്ചോട്ടെ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച ഗാഗുൽത്ത കൂടാരത്തിലിരിക്കുന്ന നിങ്ങളോട് യേശു പറഞ്ഞു. ശ്രദ്ധിച്ചേക്കണം, തന്നിൽ വിശ്വസിച്ചവരോടെ പറഞ്ഞു, വിശ്വസിക്കാത്തവരോടല്ല. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. എന്താ എൻ്റെ വചനം? നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബൈബിളിൽ പറയാം, സത്യം സത്യമായി ഞാൻ പറയുന്നു, എൻ്റെ വചനം. നിങ്ങൾ ബൈബിൾ പണ്ഡിതന്മാരല്ലേ പറയേ, സത്യം സത്യമായി. കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യം യേശു പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ പറയുന്നു. എന്താ പറഞ്ഞേ? ഉറക്കെ പറയേ, പ്രഘോഷിക്കുക, കർത്താവിന് മുമ്പിൽ പ്രഘോഷിക്കപ്പെടട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും, സത്യം സത്യമായിട്ടാ. നിങ്ങൾക്ക് ദാഹിക്കില്ലേ? നിങ്ങൾക്ക് വിശക്കില്ലേ? അപ്പൊ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുക മാത്രമല്ല, യേശുനാഥൻ പലയിടങ്ങളിലും പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാനാകുന്നു സത്യം. യേശു പറയുന്നുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. നിങ്ങളിങ്ങോട്ട് ഗാഗുൽത്താലേക്ക് കടന്നു വന്നത് വഴി അറിയാതെയാ? നിങ്ങൾ വെറുതെ ഒരു ബസ്സിൽ കയറി, കുന്നോളന്ന് ഒരു ബസ്സിൽ കയറി ഗാഗുൽത്തയിൽ എത്തുമോ? കൃത്യമായിട്ട് നിങ്ങൾക്ക് അജണ്ടയുണ്ട് അല്ലേ? കൈപ്പറമ്പിൽ ഇറങ്ങണം, അല്ലെങ്കിൽ വേലൂരാണെങ്കിൽ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരണം, ഓട്ടോറിക്ഷ വിളിക്കണം, നടക്കാനുള്ള വഴി അറിയണം. എന്നിട്ട് സത്യത്തെ മനസ്സിലാക്കണം, എന്നിട്ട് ജീവൻ ഉൾക്കൊള്ളണം. അതാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അല്ലാണ്ട് വെറുതെ ബൈബിൾ വായിച്ചു പോരുത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അങ്ങനെയല്ല. എന്താണ് വഴി? എൻ്റെ കഷ്ടപ്പാടിലൂടെയാണ് വഴി. ശരി, അതിലൂടെ ഞാൻ കടന്നു പോകുന്നു. എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരിഭവിക്കുന്നുണ്ടോ കർത്താവേ, പരിഭവിക്കുന്നുണ്ടോ മാതാവേ, എങ്കിലും അങ്ങ് ഇതാണ് വഴിയെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ പോകുന്നു. ഇതാണ് സത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവനെ കണ്ടെത്തുന്നു. ഇതാണ് കർത്താവ് പറയുന്നത് കൃത്യമായിട്ട്. ആ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് നേരത്തെ പറഞ്ഞ പദ്ധതിയുടെ കാര്യത. അത് നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. അത് നിങ്ങളെ സ്വതന്ത്രത്തിലേക്ക്. എനിക്കൊരു വീഴ്ച വരുന്നത് കർത്താവിലേക്ക് കൂടുതലെടുക്കാനാണ്. എനിക്കൊരു അനുഗ്രഹം തരുന്നത് കർത്താവിലേക്ക് കൂടുതലെടുക്കാനാ. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ വയസ്സായിട്ടുള്ള അമ്മാമ്മ അവിടെ ബുദ്ധിമുട്ടിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അവിടെയാണ് വേണ്ടത്. ഉറപ്പിക്കുന്നത് നമ്മൾ നൽകേണ്ട കടമകൾ, ഒരുവൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ. അതുകൊണ്ട് യേശുനാഥൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കും, ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളൊന്നും അറിയില്ലല്ലോ, ഞാൻ നിങ്ങളൊന്നും. അപ്പോൾ പറയോ, നിങ്ങൾ ഗാഗുൽത്താല പ്രേക്ഷിതരാ. യേശു പറയും, ഞാൻ അറിയൊന്നുമില്ല, കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ. ഞാൻ അവിടെ വസ്ത്രമില്ലാത്തവനായിട്ട് നടന്നു, പിച്ചക്കാരായിട്ട് വന്നു, കാരാഗ്രഹത്തിലുണ്ടായിരുന്നു, നിങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രഘോഷണം നടത്തിയ ആളുകളാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവനാകാൻ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ. നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ വിദ്യാർത്ഥി വണ്ടിയായിട്ട് ഒരു ഗാനമേള പങ്കെടുത്ത്, ശ്രീകൃഷ്ണവിളയിൽ ഒരു പരിപാടിയിൽ ഗാനമേളയും പങ്കെടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് കേച്ചേരിയിലേക്ക് പോയി. കേച്ചേരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആളൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് വണ്ടിക്ക് സ്പീഡൊക്കെ പോരാൻ തോന്നി ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുകയും വണ്ടി നിയന്ത്രണം വിട്ടിട്ട് മറിയുകയും വണ്ടി ഓടിച്ചിരുന്ന ആളവിടെ വീഴുകയും ഇവൻ തെറിച്ച്
ഒരു സർവേ കുറ്റിയുടെ മുകളിൽ തല വന്നടിച്ച് തല ആകെ തകർന്ന് മിനിഞ്ഞാന്ന് മരണപ്പെട്ടു. വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ സീരിയസ് ആയിട്ട് അമല ആശുപത്രിയിൽ കിടക്കുന്നു. ഹെൽമെറ്റ് ധരിക്കാതെ, നിയമം അനുസരിക്കാതെ വണ്ടി ഓടിച്ച് അപകടം പറ്റിയ ഒരു മനുഷ്യൻ, ഒരു കുട്ടി. അവൻ്റെ മൃതസംസ്കാര കർമ്മമായിരുന്നു ഇന്നലെ അരികന്നൂർ അവൻ്റെ വീട്ടിൽ നടക്കണേ. 100 കണക്കിന് കൂട്ടുകാരെ, അവൻ്റെ കൂട്ടുകാരൻ പോയ ദുഃഖത്തിൽ വിഷമിച്ച് അവിടെ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഒരു പ്രത്യേക മോഡലിലാണ്. കാരണം ഒരു ചെറുപ്പക്കാരൊക്കെ മരിച്ചറിയാലോ നിങ്ങൾക്ക്, ദുഃഖമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ്, ഹൈന്ദവ ആചാരത്തിലുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ്റെ ബോഡി എടുത്തിട്ട് എളവള്ളി ക്രിമിറ്റോറിയത്തിലേക്ക് പോവുക ആംബുലൻസിൽ. അതിൻ്റെ പിന്നാലെ പോകുന്ന ഇവൻ്റെ കൂട്ടുകാരായിട്ടുള്ള 100ഓളം വരുന്ന ചെറുപ്പക്കാരെ വണ്ടിയുടെ പിന്നാലെ ദുഃഖം തലയ്ക്കടിച്ചിട്ട് പിന്നാലെ പോകുന്നുണ്ട്. ഒറ്റ ആളുടെ തലയിലും ഹെൽമെറ്റില്ല, ഒറ്റ ആളുടെ തലയിലും ഹെൽമെറ്റില്ല. ഈ നിയമം ആർക്കുള്ളതാ? ദൈവത്തിനാ? നമുക്കുള്ളതാ. കാലത്ത് ഭക്ഷണം കഴിക്കണം, പള്ളിയിൽ പോകണം എന്ന് പഠിപ്പിക്കേണ്ടത് ആരാ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയിട്ടു? മക്കൾ നന്നായ സ്വാഭാവികമായിട്ടും പറയാതെ അപ്പൻ്റെയാ, മോശമായാലോ? നമ്മൾ ഈ മാതാവിനെ പോലെ എല്ലാം തന്നോളൂ, മേടിച്ചോളാം, കുഴപ്പമില്ല, എല്ലാ വിഴുപ്പും നിങ്ങൾ അടയ്ക്കോളാം. അതുകൊണ്ടാണ് നിങ്ങൾ പുലർച്ചെ എനിക്കും, നേരത്തെ എനിക്കും അല്ലേ, നേരത്തെ എനിക്കും 5 മണിക്കൊക്കെ നേരത്തെ എനിക്കും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്മായിയമ്മയും കെട്ടിയവനൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുക, മക്കളടക്കം. നമ്മൾ എനിച്ചു എന്നുള്ളത് എല്ലാവരും അറിയും വേണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഗ്ലാസ് തട്ടിയിടും, കുക്കർ 10 പ്രാവശ്യം വിസിലടിക്കും. കാരണം മറ്റൊരു സുഖമായിട്ട് കിടന്നുറങ്ങും, അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, വിക്സ് വേപ്പ് സിറപ്പ്, കാരണം അവരൊക്കെ കിടന്നുറങ്ങുക. ഭർത്താവും കിടക്കുന്നുണ്ട്, അമ്മായിമ്മയും കിടക്കുന്നുണ്ട്. ഉറങ്ങിക്കോട്ടെ ഏട്ടാ, ഞാനൊരു ഇടയ്ക്കൊരു കഥ പോലെ പറയുകയാണ്. ആ സമയത്തായിരിക്കും അതിൽ നമ്മൾ പറഞ്ഞ അനുസരിക്കണം കേൾക്കണ ഒരു ചെക്കുണ്ട്. അവനെ പള്ളിയിൽ വിടലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാന പണി. 6:30ക്കാണ് കുർബാന. 5 മണിക്ക് നമ്മൾ ചെന്നിട്ട് തുടങ്ങുകയായി, ജോസഫേ പള്ളി പോടാ, പള്ളി പോടാ, പള്ളി പോടാ. അപ്പോൾ ജോസഫ് പോവില്ല ഞാൻ. ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ കാര്യമല്ല പറയണേട്ടോ, ഞാൻ തൃശ്ശൂരത്തെ ഗാഗുൽത്തേലത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയണേ. നമ്മളെന്നാലും വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, ഈ ടൈപ്പ് റെക്കോർഡ് പോലെ. ജോസഫേ പള്ളി പോടാ, പള്ളി പോടാ, പള്ളി പോടാ. 6:30ക്കാണ് കുർബാനെങ്കിൽ 6 മണിക്ക് വിളിച്ചാൽ മതി, ജോസഫേ പള്ളി പോടാ. ഒറ്റ വിളി വേണ്ടോ? പത്രോസിനെ യേശു അങ്ങനെയല്ലേ വിളിച്ചേ? പത്രോസിന് വല്ല ആധാർ കാർഡ് ഉണ്ടായിരുന്നോ? പത്രോസ് വല്ല ഇൻ്റർവ്യൂ നടത്തിയിരുന്നോ? യേശു ഇൻ്റർവ്യൂ നടത്തിയിട്ട് പത്രോസ്, അന്ത്രയോസ്, അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വരികയാണ്, കൃത്യം 10:10 നീ അവിടെ കടവിലുണ്ടാവണം, ചാവക്കാട് കടവിലുണ്ടാവണം. അങ്ങനെയാണോ യേശു ഇൻ്റർവ്യൂ നടത്തിയേ? യേശു വിളിക്കുന്നിട്ട് പറയാ, നീ എന്താ മീൻ പിടിക്കണവനാണോ? ഞാൻ നിന്നെ ഉറക്കെ പറയും, മനുഷ്യരെ. രണ്ട് വലിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയ മനുഷ്യരെ പിടിക്കുന്നവർ, അതാ ഇൻ്റർവ്യൂ. നീ അവിടെ മീൻ പിടിച്ച് നടക്കണ്ട, ചാള മത്തി ഒക്കെ അവിടെ കിടന്നോട്ടെ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അല്ലാണ്ട് MBA കഴിഞ്ഞ MSc റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള IFS കഴിഞ്ഞിട്ടുള്ള IAS കഴിഞ്ഞിട്ടുള്ളവരൊന്നല്ല. ഏറ്റവും ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനവർഗമായിട്ടുള്ള മീൻ പിടിക്കുന്നവരാണ് പറഞ്ഞത്. നീ ഇങ്ങോട്ട് വായോ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പത്രോസ് അത് കേട്ട് എന്താ പറയണ്ടേ? സ്വാഭാവികം നമ്മളോട് പറഞ്ഞാലാ. ഇപ്പോൾ നിങ്ങളോട് വന്നൊരു കാലത്ത് വന്നിട്ട് പറയണത്, മോനെ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വായോ, നിന്നെ ഞാൻ ഗാഗുൽത്താലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എത്ര പേര് വരും? സിസ്റ്റർ പറഞ്ഞു, നമ്മൾ നമ്മുടെ സേഫ് സോണിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. എല്ലാവരും സേഫ് സോണിലാണ്. അവിടെയാണ് ഈ സത്യത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഇനി അഹങ്കാരത്തിന് വാക്കട്ടാ. എന്താ, ഞാൻ തെക്കേക്കര കുടുംബത്തിലെ പാപ്പച്ചേട്ടൻ്റെ മോള. ചേച്ചിയുടെ വീട് എവിടെയാ? അവിടെ നിന്ന് പറഞ്ഞാൽ മതി, കേൾക്കണ്ട്. പറപ്പൂര്. ചേച്ചിയുടെയാ? ശരിക്കുള്ള വീട് എവിടെയാ? ശരിക്കുള്ള വീട് പറപ്പൂര്. ഇവിടെയാ? പറപ്പൂര്. 10-25 കൊല്ലമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഭർത്താവിൻ്റെ വീട് ശരിക്കുള്ള വീടായിട്ടില്ല. ശ്രദ്ധിച്ചേക്കണം. ആദ്യം ഒരു സ്ഥലം പറഞ്ഞു, പിന്നെ ശരിക്കുള്ള വീട് ഇപ്പോഴും പഴയ വീടാ. ഈ വീട്ടിലേക്ക് വരണം നിങ്ങൾ. അമ്മമാരോടേക്ക് പറയാനുള്ളത്, നമ്മളിപ്പോഴും ഇത് വെച്ചിട്ടുള്ളത് ഇത് കെട്ടിയോൻ്റെ വീടാ, നമുക്കിതിൽ റോളൊന്നുമില്ല. അങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഇത് എൻ്റെ വീടാ. ശരിക്കുള്ള വീടും ശരിക്കല്ലാത്ത വീട് അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു 3 പേര്, ദൈവമേ കാലമാട എന്നെ കളിയാക്കിയില്ല ദൈവം, ഇനി മരിയോളം കൂടി ഇരിക്കേണ്ട, അവൾ ചൂടാവെന്ന് പറയണേ. ഞാൻ പറഞ്ഞു വരുന്നത്, ചില ചിന്തകൾ നമ്മൾ മാറ്റരുത്. ഇത് എൻ്റെ വീടാ.
അപ്പം മോനെ വിളിക്കണം 6 മണിക്ക്, എനിക്കിടെ മോനെ പള്ളി പോവാറായി, എനിക്ക് പറ്റുമെങ്കിൽ അമ്മയും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പറയണം, മോനെ ബൈജു വായോ, പോന്നല്ല പറയണ്ട, എന്താ പറയണ്ടേ, വായോ, അമ്മ പള്ളി പോകുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ തിരക്കുള്ള ആളുകളാണ്, നമ്മളൊക്കെ നീട്ടി വെച്ച് കൊടുത്തിരിക്കും. അവർക്ക് കുറേ ആൾക്കാർക്ക് നീട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കോളോട്ടാ, മനസ്സിലായി? അല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞു വന്നിരിക്കില്ല. ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കോളൂ, കെട്ടിയവനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ജീവിതം കൊണ്ടുപോയിക്കോളും. ഇവിടെ പറയാണ് അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞാൻ തെക്കേക്കര കുടുംബാംഗാണ്, പുലിക്കോട്ടി കുടുംബാംഗാണ്, തരകൻ കുടുംബാംഗാണ്, അതുകൊണ്ട് ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കൊന്നും വേണ്ട. ഇവിടെ പറയണം നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന് നിയമജ്ഞരെ, തന്നിൽ വിശ്വസിച്ച നിയമജ്ഞർ കർത്താവിനോട് പറയാണ്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സ്വതന്ത്രരാക്കുക? നിങ്ങൾ അടിമകളായിട്ടില്ല, നിങ്ങൾ വലിയ തറവാട്ടുകാരാ, നിങ്ങൾ എങ്ങനെയാണ് പിന്നെ അടിമയാവുക? യേശു പറയുന്നു, വീണ്ടും പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. എന്താർത്ഥം? എനിക്ക് വലിയ വീടൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്, നീ സമ്പാദിച്ച സമ്പത്ത് പാപം കൊണ്ടാണോ, മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണോ? എങ്ങനെയാണെങ്കിൽ നീ അടിമത്വത്തിലാണ് കിടക്കണേ, നീ അടിമയാ, നീ വലിയ തറവാട് മഹിമൊന്നും പറയണ്ട. ഇതാ പറയണേ, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന അവരോട് പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, വസിക്കില്ല. അവൻ വീട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ്റെ ജീവിതവും അവൻ്റെ മനസ്സും ഒന്നും ആ വീട്ടിലല്ല. പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അപ്പൊ യേശു എന്ന പുത്രനെ സ്വീകരിക്കുന്നതിലൂടെ അവൻ അവിടെ വസിക്കുന്നു. ധൂർത്തുപുത്രൻ്റെ ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ ധൂർത്തുപുത്രൻ്റെ ഉപമയുടെ പ്രത്യേകത? സ്നേഹനീതിയരപ്പൻ അല്ലേ, എത്രയോ തവണ കേട്ടിട്ടുള്ള ഉപമ. ആ ചെക്കൻ കാശി ചോദിച്ചു, അപ്പനിൽ നിന്ന് അകന്നു പോവാണ്, ശ്രദ്ധിച്ചേക്കണത്, എൻ്റെ വിഹിതം കാട്ട്, ഞാൻ പുറത്തു പോവുക, അപ്പൻ്റെ ആ കീഴിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പുത്രസ്വീകാര്യം എനിക്ക് വേണ്ട, ഞാൻ പോവുക. അവൻ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ഇങ്ങനെ നടക്കുക. കുറേ ധ്യാനം കൂടി, ഞാൻ അങ്ങനെ പറയാം, കുറേ ധ്യാനം കൂടി, വേശ്യകളുടെ ധ്യാനം കൂടി, ചീട്ടുകളിലെ ധ്യാനം കൂടി, ക്ലബിലെ ധ്യാനം കൂടി, അവസാനം പന്നികൾ നടത്തിയ ധ്യാനം കൂടി. എന്താണ് നിങ്ങൾ? ഞാൻ പോയിട്ട് പറയട്ടെ, എവിടെ പന്നികളുടെ ധ്യാനം നടത്തണമെന്നൊന്നും പറയും. എൻ്റെ മോൻ മാനസാന്തരമൊന്നും ഇല്ല സാറേ, അപ്പോൾ അതുകൊണ്ട് എവിടെ ഈ പന്നികൾ നടത്തുന്ന ധ്യാനത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടേക്ക് അങ്ങനെ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, പന്നികളുടെ ധ്യാനത്തിൽ കൂടിയപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവനെ, വാക്ക് ശ്രദ്ധിച്ചോ, അവനെ സുബോധം ഉണ്ടായി. ശ്രദ്ധിച്ചേക്കണത്, തന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും ആ പിതാവ് തന്നെ സ്വീകരിക്കുമെന്നും സുബോധമുണ്ടായി. സക്കേവൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സക്കേവൂസ് എന്താ സക്കേവൂസിൻ്റെ പ്രത്യേകത? മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നില്ല. ആ മരത്തിൻ്റെ പേരടക്കം നമുക്കറിയാം, ലോഗോസ് ക്വിസ് പഠിക്കുന്ന കാരണം മരത്തിൻ്റെ പേര് സിക്കമൂറ്, പൊടിനല്ലേ അല്ല, മാവല്ല, എന്താ മറ്റേ ഇവിടുത്തെ ആളുടെ ചക്ക, ആയൊരു ചക്കയല്ല, മരത്തിൻ്റെ പേര് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സക്കേവൂസ് ഇരുന്ന ആ മരത്തിൻ്റെ പേരാണ് സിക്കമൂർ മരം, അതടക്കം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബേസിക് സാധനം പഠിച്ചിട്ടില്ല. അതിൽ പറയുന്നുണ്ട് യേശുനാഥൻ, സക്കേവൂസ് ഉയരം കുറവായതുകൊണ്ടും, അവിടെ വാക്ക്, അല്ലാണ്ട് സിക്കമൂർ മരം എന്നല്ല പ്രത്യേകത, യേശുവിനെ കാണണമെന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടും, അവിടെ വാക്ക്. യേശുവിനെ കാണാൻ വേണ്ടിയിരിക്കല്ല, നമ്മളും കാണാൻ പോകാറില്ലേ, മമ്മൂട്ടി വരുന്നു, മോഹൻലാൽ വരുന്നു, കാണാൻ പോകണ്ടോ? അതല്ലേ, കാണണമെന്ന, മനസ്സിലാക്കണമെന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് ആ പാവം കയറിയത് യേശുവിനെ കാണാൻ. യേശു എന്ത് ചെയ്തേ? വെറുതെ അവിടെ വന്നിട്ട് സക്കേവൂസ്, വെറുതെ ഒരു വിളി, സ്റ്റൈജു ഇതാ വരും സക്കേവൂസ്. യേശു പറയാ, ഞാൻ നാളെ ഇന്ന് നിൻ്റെ കൂടെ ഡിന്നറിനുണ്ട്. ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ട്. യേശു വരിക, കയറി വരിക. എന്തുകൊണ്ടാ? യേശുവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം സക്കേവൂസിനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ യേശു വരില്ല. നിങ്ങൾ ഏത് ബൈബിൾ ഏത് കഥ എടുത്ത് നോക്കിയോ, കണ്ണു കാണാത്ത മനുഷ്യൻ എന്താ പറഞ്ഞേ? ഒളിയിട്ടിരുന്നില്ലേ? എന്താ പറഞ്ഞേ? ഞാൻ വിചാരിച്ച അത്ര ഇതില്ലല്ലോ സിസ്റ്റർ. ഇവിടെ ദാവീദിന്റെ പുത്ര, കണ്ണു കാണാത്ത മനുഷ്യനാ, യേശുവിനെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ യേശുവിനെ കണ്ട് വിശുദ്ധ കുർബാന, കുമ്പസാരം, കുദാശകളൊക്കെ പങ്കെടുക്കണവരാ. ഇത് കാണാത്തൊരു മനുഷ്യൻ, യേശു കടന്നു പോകണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ മനുഷ്യൻ, കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേട്ട് മാത്രം പരിചയമുള്ളൊരു മനുഷ്യൻ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമെന്ന് പറയാ. യേശു അവിടെ നിൽക്കുക. ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കടുകുമണി എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. യേശു ആ കൂട്ടത്തിൽ നിൽക്കുക. എന്നിട്ട് ചോദിക്കുക, യേശു ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? ഒരു കണ്ണു കാണാത്ത മനുഷ്യനെ നോക്കി എന്താ ചെയ്യേണ്ടത് നമുക്ക് തോന്നില്ല ഇല്ലേ? ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ ചോദിക്കുമോ?
അമ്മ മോനെ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കും. നിങ്ങളാരെങ്കിലും മോൻ വിശുദ്ധ വരണമെന്ന് അറിയാം, അപ്പോൾ എന്താ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ലൈസോ സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മയ്ക്ക് അറിയാം മകൻ എന്താ കൊടുക്കേണ്ടതെന്ന്. യേശുവിനെ അറിയാം. പക്ഷെ യേശു വീട്ടിൽ ചോദിക്കുക, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ചിട്ട് യേശു വന്നപ്പോൾ 2 സഹോദരിമാരുടെ മനോഭാവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു പരിഭവിച്ചിട്ട്. പങ്കില്ല, എന്നാലും വന്നില്ലല്ലോ, ചേട്ടൻ്റെ 11 പോലും എത്തിയില്ലല്ലോ, ശവടുപ്പിന് വന്നില്ലല്ലോ, എന്നിട്ട് പരിഭവിച്ചിരുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു സഹോദരി പറഞ്ഞു, എന്താ പറഞ്ഞേ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കും. ബൈബിള് നിങ്ങൾ അങ്ങനെ വായിക്കണം, പേർത്ത് വായിക്കണം ബൈബിള്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ല. എനിക്ക് വിശ്വാസമുണ്ട്. സീറോ ഫിനിഷ് സ്ത്രീയുടെ വിശ്വാസം അതാ പഠിച്ചേക്കണത്. ഈ വിശ്വാസം നമുക്കുണ്ടാവണം. എനിക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ, എനിക്ക് നന്മ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ മാത്രമല്ല നന്മ വരുമ്പോഴും എനിക്ക് ദൈവം തന്നെങ്കിൽ വലിയ പദ്ധതിയാണ് എന്ന് പറയാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയണേ, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതുകൊണ്ടാ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ? ഗബ്രിയേൽ ദേവദൂതൻ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? കൃപ. നമ്മളൊക്കെ നോക്കിയിട്ട് നമ്മുടെ കെട്ടിയവന്മാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയവന്മാരെ നോക്കിയിട്ട് ഭാര്യമാർ പറയോ, കൃപ നിറഞ്ഞവനെ? ചിലർ ചിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല സാറേ, അതൊന്നും നടക്കണ കാര്യമല്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. രാവിലെ ജോലി കഴിഞ്ഞൊക്കെ കെട്ടിയവൻ വരുമ്പോൾ തിരിച്ചു വിട്ടോ, അല്ലാണ്ട് കെട്ടിയവൻ മാത്രമല്ല കെട്ടിയോളൂ, 2 പേരും കുട്ടിയോളും അന്തം വിടും. എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റി? പ്രൊവിൻഷ്യാളമ്മ പറയുന്നിടത്ത് സിസ്റ്റർ കൃപ നിറഞ്ഞ പ്രൊവിൻഷ്യാളമ്മേ എന്ന് പറഞ്ഞാൽ പ്രൊവിൻഷ്യാളമ്മ ചുട്ടുപോയി. എല്ലാവരുടെ വീട്ടിലും ഈ സംവിധാനം ഉണ്ടേ. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? നല്ല കോഴീനൊക്കെ വറുത്ത് കൊടുത്ത് ആരെങ്കിലും വല്ല അഭിപ്രായം പറയുമോ? നിങ്ങൾ തരും ഉപ്പ് കൂടുതലിട്ട് നോക്കിയേ. അപ്പോൾ അഭിപ്രായങ്ങളാണ്, ഇത് എന്തുട്ട് വായിൽ വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിടണ്ട കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോയിട്ട് ഉപ്പും മുളകൊന്നും ഇട്ടേക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ യേശു കടന്നു വരണം. യേശു കടന്നു വന്ന പല വീടുകളിലും ഇന്ന് കുടുംബ പ്രാർത്ഥനകളില്ല. എന്തുകൊണ്ട് സഭ തളരണു? എന്തുകൊണ്ട് കർത്താവിൻ്റെ അഭിഷിക്തരെ കളിയാക്കുന്നു? കർത്താവിൻ്റെ സമർപ്പിതരെ കുറിച്ച് മോശമായിട്ട് പറയുന്നതിൻ്റെ പ്രധാന കാരണം കുടുംബ പ്രാർത്ഥന ഇല്ലേ? ഒന്ന് കൈവച്ച് നോക്കി, നിങ്ങളുടെ വീടുകളൊക്കെ എത്ര കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന്. കുറവാ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലല്ല കുടുംബ പ്രാർത്ഥന. അതിന് പേര് തന്നെ കുടുംബ പ്രാർത്ഥന എന്നാ, വ്യക്തി പ്രാർത്ഥന എന്നല്ല. എല്ലാവരും കുടുംബത്തെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. മക്കളും മരുമക്കളും പേരക്കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പാട്ടുപാടി ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബ പ്രതിഷ്ഠ ചൊല്ലി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കുർബാനയുടെ ചെറിയ തക്സ തന്നെയാണ് കുടുംബ പ്രാർത്ഥനയും. അത് കഴിഞ്ഞൊരു സ്തുതി കൊടുക്കലുണ്ട്. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ സ്തുതി കൊടുക്കൽ. ഓരോ സ്തുതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ടാണോ? ആധാർ കാർഡും കൈ പിടിച്ചിട്ടാണോ? കുട്ടികളൊക്കെ ഈ വീട്ടിലെ വയസ്സായ ആളാരാണ്, ആധാർ കാർഡ് നോക്കിയിട്ടാണോ സ്തുതി കൊടുക്കുന്നത്? പഠിപ്പിച്ചു കൊടുക്കുക. ഈ വീട്ടിലെ ആ വളഞ്ഞിരിക്കുന്ന അപ്പാപ്പനാണ്, 94 വയസ്സുള്ള അപ്പാപ്പനാണ് ഗ്രഹനാഥൻ എന്ന് നമ്മുടെ മക്കളെ അറിയാതെ തന്നെ പഠിപ്പിക്കുന്ന സുന്ദരമായ, നമ്മുടെ പൂർവികർ നൽകിയ വലിയ സുന്ദരമായ സംഭാവനയാണ് കുടുംബ പ്രാർത്ഥന. സ്തുതി കൊടുക്കാറുണ്ടോ? ഞാൻ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ സ്തുതി കാണുന്നത് ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആക്കുക. 1.5 കിലോ 1/2 കിലോ 1/4 കിലോ വേണമെങ്കിൽ മേടിച്ചോ എല്ലാവരും. മാറണത് സ്തുതി കൊടുക്കണം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മുടെ കോപം നീണ്ടു പോവാതിരിക്കട്ടെ. ഒരു കൺസെപ്റ്റ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മുടെ വഴക്കും വയ്യാവിലൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാര്യ അപ്പച്ചൻ മരിച്ചു, അവൾ 6 മാസം കൂടുമ്പോഴേക്കും അവളുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവൾ ചോദിക്കുന്നോട്, ഞാനൊന്ന് നാളെ വീട്ടിലേക്ക് പോട്ടെ, അപ്പച്ചൻ്റെ കുർബാനയൊക്കെയാണ് മറ്റന്നാൾ, അപ്പോൾ ഒന്ന് 2 ദിവസം ഞാൻ വീട്ടിലേക്ക് പോട്ടെ. സന്തോഷം, പൊക്കോ. എന്നാലും നീ അപ്പച്ചനോടൊന്ന് ചോദിച്ചോ, കാരണം ആ വീട്ടിലെ ഗ്രഹനാഥനാരാ? ഞാനല്ല, അപ്പനാ. അപ്പോൾ ഇവള് അപ്പനോട് ചെന്ന് ചോദിക്കും, അപ്പച്ചാ ഞാനൊന്ന് നാളെ ഒന്ന് വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ അപ്പച്ചൻ, എന്താ പ്രത്യേകിച്ച്? ഒരു ചോദ്യമാണ്. പോയ ആൾ, ചിരിച്ചു പോയ ആൾ ദേഷ്യത്തിൽ വരും, ഞാൻ ഒരു സ്ഥലത്തേക്കും പോകണില്ല, ഞാൻ ഈ കുടുംബത്തിൽ തന്നെ നിന്നോളാം. ചേച്ചിമാർക്കൊക്കെ ഉണ്ടാവും ഈ വിഷമം അല്ലേ? ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്താ ചോദിച്ചേ? അവളാൾക്ക് മോൻ തീർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവളോട് ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് എന്ന്, അത്രേ ചോദിച്ചിട്ടുള്ളൂ. ചില അപ്പന്മാരും അമ്മമാരും അങ്ങനെ ചില പൂർത്തിയായിട്ടുള്ള വാക്കുകൾ പറയില്ല, ചില മൂളില അല്ലേ? എത്ര കണ്ട് ദീർഘനിശ്വാസങ്ങൾ നിങ്ങളുടെ വീടുകളുണ്ട്, ഉത്തരങ്ങളില്ല, സംസാരമില്ല. അപ്പ ഭക്ഷണം കഴിക്കാം, ഉണ്ടോ? ഈ മൂളല. അല്ലാണ്ട് ശരി മോളെ
ഞാൻ വരാം, അപ്പനിപ്പോൾ വരാം, ഒരു മിനിറ്റ് ഒന്ന് ബാത്റൂം പോയിട്ട്. എത്ര അപ്പന്മാർ പറയാറുണ്ട്? നിങ്ങൾ ഈ കെട്ടിയന്മാരൊക്കെ ഇത്ര നല്ല മനുഷ്യന്മാരല്ലേ? ഇവർ നിങ്ങളുടെ ശരിക്കുള്ള വീട്ടിലേക്ക് വരില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരാറടിസ്ഥാനത്തിൽ ക്രിസ്മസിൻ്റെ അന്ന് ഒരു 1/4 മണിക്കൂർ, ഈസ്റ്ററിൻ്റെ അന്ന് ഒരു അരമണിക്കൂർ. ഇവിടെ വീട്ടിൽ ഷർട്ട് ഇടില്ല, ഇങ്ങനെ നടക്കണ മനുഷ്യനാ. നമ്മുടെ ശരിക്കുള്ള വീട്ടിലേക്ക് വന്നാൽ എത്ര പട്ടുപോലത്തെ മനുഷ്യരവർ. ഞാനടക്കം ഷർട്ടൊക്കെ ഇട്ട് ബട്ടൺസൊക്കെ ഇതുവരെ ഇട്ട് ഒരു കസാരയിൽ ഇരുന്ന് കത്തോലിക്ക സഭയും മലയാള മനോരമ പത്രമാണ് അത് ഇരുന്ന് വായിക്കും. വളരെ ശാന്തനായി ഇങ്ങനത്തെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. ശാന്തരായ മനുഷ്യരാണ്. എന്നിട്ട് നമ്മൾ വന്നിട്ട് പറയണം, ചേട്ടാ ചായ കുടിക്കാം. ശരി മോളെ, കേട്ടോ. അപ്പോൾ അവർ പറയും അത് സ്ത്രീകളുടെ വീടായതുകൊണ്ടാണ് ഇങ്ങനെ അവർ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും. അല്ല, സ്ത്രീകളുടെ സ്വഭാവം അത്. ഇനി ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത വീടായാലും അവരുടെ അടുക്കളയിലേക്ക് ആദ്യം പോകും. ഇത് സ്ത്രീകളുടെ പ്രത്യേക സ്വഭാവമാണ്. പരിശുദ്ധ അമ്മയിൽ നിങ്ങൾ കണ്ടൊരു സ്വഭാവം കണ്ടു. യേശുവിനെ സ്വീകരിച്ചപ്പോൾ, വചനം മാംസമായിട്ട് യേശുവിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ആദ്യം എന്താ ചെയ്തേ? കിടന്നുറങ്ങിന്നാ? നിങ്ങൾ ഉറക്കെ പറയേ, കർത്താവിൻ്റെ വചനം ഉറക്കെ പ്രഘോഷിക്കേ. ഇളയമ്മ, വല്യമ്മ, നാത്തൂൻ എന്നൊക്കെ പറയണ്ട. ഏലീശോമ്മയെ കാണും. എന്താ സാധനം? എൻ്റെ സഹായം അവിടെ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിൽ പല സംഘടനകളിലും അംഗമാണെങ്കിൽ എൻ്റെ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയോ കുടുംബമോ അവിടെ ഉണ്ടെങ്കിൽ അവരാദ്യം കാണണം. അതാ പ്രത്യേകത. അതുകൊണ്ട് അമ്മ പുറപ്പെട്ടത്. അമ്മയ്ക്ക് പറയായിരുന്നു, യേശുവിൻ്റെ അമ്മയാ ഞാൻ, കളിക്കാൻ നിൽക്കണ്ട. നമ്മളൊക്കെ ചെറിയ ആദരവ് കിട്ടുമ്പോഴേക്കും ഇവിടെ ഈ ആദരവിനെ കുറിച്ചൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. ബഷീർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു നായ കുരച്ച് ശല്യം ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നില്ല. ബഷീർ അപ്പം എന്ത് ചെയ്തു? എന്താ ചെയ്യേണ്ടത്? കല്ലൊന്നുമില്ല അകത്ത്. ബഷീർ നോക്കിയപ്പോൾ പ്രസിഡന്റ് കൊടുത്തിട്ടുള്ള താമ്രപത്രം ഉണ്ട്. എന്താ? ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്തിട്ടുള്ള താമ്രപത്രം. അറിയാലോ, ചുരുളായിട്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. അതാ കയ്യിൽ കിട്ടിയത്. അതെടുത്തിട്ടൊരു എറിഞ്ഞു. നായനെ. അപ്പോൾ നായ പൈന്നുകൊണ്ട് നായ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നായകളുടെ പ്രകടന. അപ്പോൾ ബഷീർ ചോദിച്ചു, എന്താ പ്രകടനത്തിൻ്റെ കാര്യം? അപ്പോൾ നോക്കിയപ്പോൾ ഒരു നായരെ കഴുത്തിൽ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ നായ പറഞ്ഞു, ബഷീറിനോട് പറഞ്ഞു, ഇത് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ താമ്രപത്രം കൊണ്ട് കിട്ടിയ ഏക പട്ടിയാണ്, അവൻ്റെ സ്വീകരണമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ചില ആദരവുകളൊക്കെ അങ്ങനെയാണ്. ആദരവുകൾ നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കണ്ടേ? ഇന്ന് നമുക്ക് ആദരവ് കിട്ടുമ്പോൾ കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോണേ. 25th ആനിവേഴ്സറി കൂടുതൽ വിനയാന്വിതരാവണം. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ച സന്തോഷ. അപ്പോൾ പറയാ, 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, 10,000-ന് മേലെയുള്ള ഒരു സാരി മേടിച്ചു തരണം വെഡിങ് ആനിവേഴ്സറി നടത്തണമെങ്കിൽ. കേക്ക്, റെഡ് വെൽവെറ്റ് കുറഞ്ഞിട്ടുള്ളൊരു സാധനം പറ്റില്ലേ? ഇതായി നായ കാണിച്ച. നായ പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ചൂലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിൻ്റെ പുത്രസ്വീകാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അവിടെ നമ്മുടെ പ്രാർത്ഥനയെ മാറ്റണം. പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എന്താ ഞാൻ പറഞ്ഞേ? സങ്കീർത്തനം പറയുന്നുണ്ട്. ഞാൻ സ്റ്റൈജ് പറഞ്ഞു എന്നല്ല പറഞ്ഞേ. സങ്കീർത്തനം പറയുമ്പോൾ സങ്കീർത്തനം പറഞ്ഞ കാര്യങ്ങൾ പറയണം. നമ്മുടെ ബൈബിൾ വായന ഇങ്ങനെയാണ്. തന്നെ വിളിച്ചപേക്ഷിച്ചവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞേ? നല്ല മഴയ മാഷ്, നല്ല കാറ്റും ഉണ്ട്, നല്ല മഴയുണ്ട്. വീട്ടിലാ ചകിരിയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അതാണ് ചിന്ത. കേടാവോ ദൈവം, ആ മഴയത്ത് നാളെ അതൊക്കെ ഇട്ടുണ്ടോ, തുണിയൊക്കെ ആ പെണ്ണ് കാറ്റിന് ക്ലിപ്പിട്ടുണ്ടാവും, അതൊക്കെ പറന്നു പോയിണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. ഇങ്ങനെയാണ്. ആ തുണി നനഞ്ഞാൽ നാളെ പോയിട്ട് അതൊന്നുകൂടി പിഴിഞ്ഞിട്ട് അവിടെ കിടന്നോളും. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോഴേ ഈ ചിന്തകൾ പരചിന്തകളാണ്. മനസ്സിലായ? അപ്പോൾ ഇവിടെ പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കുറിച്ചൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് കർത്താവ്. ആർക്ക് പറയാം? ഹൃദയ പരമാർത്ഥതയോടെ. വെറുതെ വിളിച്ച് കൈകൂട്ടിയിട്ട് ഓടിയിട്ട് പോരാ. ഹൃദയ പരമാർത്ഥതയോടെ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ്. പഠിക്കണത് കാനായിലെ വിവാഹ വിരുന്നിൽ എന്തുണ്ടായേ? അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുത്തു, നല്ല കച്ചവടം ഉണ്ടായി. അതാണ് ഉണ്ടായേ. മറ്റുള്ളവൻ്റെ വേദന തൻ്റെ വേദനയാക്കിയിട്ട് മാതാവ് മാറ്റി. യേശു അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ആദ്യത്തെ അത്ഭുതമാണ്. യേശുവിനെ അറിയില്ല, യേശു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു മാതാവിനെ അറിയില്ല. പക്ഷെ മാതാവ് പറഞ്ഞു, കർത്താവ് സമീപസ്ഥനാണ്, എൻ്റെ അടുത്തുണ്ട്.
അവൻ ചെയ്തു തരും, ഉറപ്പുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടോ? നിങ്ങളുടെ മക്കൾ ചെയ്തു തരുന്ന ഉറപ്പുണ്ടോ? ഞാൻ കളിയാക്കിയിട്ടൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ ബിരിയാണി തീർന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുക. ഒരു കല്യാണത്തിന് പോയി, അവിടെ മോനെ ബിരിയാണി തീരാറായിട്ടുണ്ടെന്ന് നിങ്ങളുടെ മോനോട് പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുക? വേഗം പറയണ്ട അമ്മേ, ആദ്യം ഇരിക്കുക, കഴിക്കുക, വേഗം നമുക്ക് വേഗം പോവാം. പറ്റെങ്കിൽ അവൻ മെസ്സേജ് അയക്കും, ജോസഫേൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ ബിരിയാണി തീരാറായി, വേഗം വരുന്നോളൂ. നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെയാണ്. യേശുവിൻ്റെ അമ്മ പറയുന്നത്, മോനെ അവർക്ക് വീഞ്ഞില്ല, അവർ അപമാനത്തിൻ്റെ വലിയ ചുഴിയിലെ പെട്ടിട്ടുള്ളത്. അന്ന് യഹൂദ പാരമ്പര്യം അനുസരിച്ച് വീഞ്ഞ് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു അപമാനം ഇല്ല. അതുകൊണ്ടാണ് പറയണത്, മോനെ അവർക്ക് വീഞ്ഞില്ല. മാതാവിന് മിണ്ടാണ്ടിരിക്കാം, പക്ഷെ മാതാവ് പറയാം മോനെ അവർക്ക് വീഞ്ഞില്ല. മകൻ എന്താ പറഞ്ഞേ? സ്ത്രീയെ എനിക്കും നിനക്ക് എന്താ? നമ്മുടെ മക്കൾ അങ്ങനെ പറഞ്ഞാലാ നമ്മൾ അപ്പം തന്നെ വിക്സ് വേപ്പ് സുറപ്പായി, നീ എന്നെ സ്ത്രീ എന്ന് വിളിച്ചു അല്ലേ, കരച്ചിലായി, നെഞ്ചത്തടി നെല്ലുവിളിയായി. യേശുവിൻ്റെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ശ്രദ്ധിച്ച മാതാവിനെ പഠിക്കുന്ന നിങ്ങളെ മാതാവിനെ നോക്ക്. യേശുവിൻ്റെ അമ്മ തിരിഞ്ഞു നിന്നു. ആരാടാ പറഞ്ഞേ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഉറപ്പിച്ചേക്കണത്. അല്ലാണ്ട് മാതാവ് ഇടപെട്ടിട്ടില്ലേ? യേശുവിനോട് തല്ലിവിടാനും പോയില്ലേ, ഭർത്താവിനോട് വഴക്കുണ്ടാക്കാൻ പോയില്ലേ, അമ്മാനപ്പനോട് വഴക്കുണ്ടാക്കാൻ പോയില്ലേ, അമ്മാമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കാണിച്ചില്ലേ? തിരിഞ്ഞു നിന്ന് പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യേ. ഇനി പരിചാരകരെ യേശു ആണോ യജമാനൻ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ റോഡിൽ നിൽക്കണ ഒരു പണിക്കാരനോട് ഒരു കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ ഒരു പണിക്കാരനോട് നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുമോ? കേൾക്കില്ല. ശ്രദ്ധിച്ചേക്കണ, ബൈബിൾ കൺസെപ്റ്റുകൾ സുന്ദര. യേശു പറയേണ്ടത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുക. അവരെന്താ ചെയ്തേ? വാക്കുണ്ട് വരട്ടെ. ആ വെള്ളം നിറയ്ക്കും. നമ്മളീ ചെയ്യണത് ഇങ്ങനെയാ, ഞായറാഴ്ച കുർബാനയുണ്ട്, 6:15 കുർബാനയുണ്ട്, അപ്പോൾ 6:30 പോവാം. 6:15 കുർബാനയുണ്ട്, 6 മണിക്ക് പോവാം എന്ന് ചിന്തിക്കുമ്പോഴാണ് വക്കോളം ആവണേ. കുർബാന കഴിഞ്ഞ് അച്ഛൻ ഓടുന്നതിന് മുമ്പ് ഓടില്ല, 5 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കുക ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പലപ്പോഴും പല പള്ളികളിലും കാണാറുള്ളത്, അന്നതപ്പെട്ടിയിൽ അവിടെ അന്നതയിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പുരുഷന്മാരെന്ത് അന്നതയില്ലാൻ പറ്റില്ലേ? എല്ലാ പള്ളിയിലും, കുനിച്ചു പള്ളിയിൽ ഇപ്പോൾ പൊതുവായിട്ട് ചെല്ലണ കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ അന്നത പാത്രത്തിൻ്റെ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ ഇടവകയിൽ എന്താ പുരുഷന്മാരൊന്നും മരിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അവരെ അപ്പനമ്മയൊന്നും മരിച്ചിട്ടില്ലേ? എന്താ ഈ സംഭവം? ഇത് കാലം നമുക്കിത് മനസ്സിലാവില്ല എന്താ അവിടെ നടക്കണേന്നുള്ളത്. ദുഃഖശനിയാഴ്ച ഏറ്റവും സുന്ദരമായ സഭയിലെ മാമോദീസ വ്രത നവീകരണ. എത്ര പേര് വെളിവുണ്ട്? നമ്മളെല്ലാവരും മലയാറ്റൂർക്ക് പോക്കാം ദുഃഖ വെള്ളിയാഴ്ച, ഒരു പോക്കാം, എന്നിട്ട് വന്ന് കിടന്നുറങ്ങും അവിടെ ദുഃഖശനിയാഴ്ച. ഏറ്റവും സുന്ദരമായ മാമോദീസ വ്രത നവീകരണം സഭയിൽ നടക്കുന്ന ദിവസം ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖശനിയാഴ്ച. അപ്പോൾ ഇത്തരം സങ്കല്പങ്ങളും കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അപ്പോഴാണ് കാനായിലെ വിവാഹ വിരുന്നിലെ വീഞ്ഞായി മാറ്റപ്പെട്ട സംഭവം നമ്മുടെ ജീവിതത്തിൽ വരിക. തർക്കിക്കല്ല, നമ്മുടെ വീടുകളിൽ നിന്ന് തർക്കങ്ങളാ, വഴക്കുകളാ. ഇത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മഹത്തായ ഭാഗ്യമുള്ളവരായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ജോസഫിൻ്റെ അമ്മേ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാ? കേട്ടിട്ടുണ്ടോ? ഇന്ന് കാശ് കൊടുത്ത് പറയിപ്പിച്ചോളാം. വീട്ടിൽ പോയിട്ടേ പറയണം, കാശ് കൊടുത്തിട്ട് ഒരു 500 രൂപ തരട ചെക്ക, നീ എന്നെ ഒന്ന് പുകഴ്ത്തി പറയും. എന്നാലും കാശ് കൊടുത്താലും നമ്മുടെ മക്കൾ പറയില്ല, കാരണം അവർക്ക് നിങ്ങളുടെ സ്വഭാവം അറിയേ. മനസ്സിലായോ? കാശ് തരില്ല എന്നറിയാം, അതാ പറഞ്ഞേ. യേശുവിനെക്കുറിച്ച് സമൂഹ മധ്യത്തിലുള്ള ഒരു സ്ത്രീയുടെ ഓളിയിട്ടിട്ട് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, യേശു കാശ് കൊടുത്തിട്ടൊന്നുമില്ല, അവൾ അനുഭവിച്ച സന്തോഷം, യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ അവൾ അനുഭവിച്ച സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞിട്ട് അവൾ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 27-ാം വാക്യം പറയുന്നുണ്ട്, അവൻ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. സുന്ദരിയാണെന്നല്ല പറഞ്ഞേ. നന്ദിലത്ത് ജി മാർട്ടില് മറ്റേ സീസൺ ഉണ്ട്, ഒരെണ്ണടുത്ത് 2 കിട്ടുന്നല്ല പറഞ്ഞേ. നിന്നെ വളർത്തിയ അമ്മ എത്ര ഭാഗ്യം ചെയ്തവളാ. ഒരു പരിചയമില്ല ആ സ്ത്രീനെ. മക്കളെ, ദൈവകൃപ ഞാൻ വിശുദ്ധ ജനമേ ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിനെ പ്രഘോഷിക്കേണ്ടടുത്ത് പ്രഘോഷിക്കണം. കർത്താവിൻ്റെ അഭിഷിക്തർ തെറ്റുകൾ ചെയ്യാം, ഞാൻ അല്ലാന്നൊന്നും പറയണില്ല, അവർ മനുഷ്യരാ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുർബാന കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുർബാനയ്ക്കിടയിലൊക്കെ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അതിൽ വരികൾ എത്ര വിശുദ്ധാണെന്നറിയോ? അവർ സ്വീകരിച്ച അവരുടെ നനയുന്ന നാവുകളെ വിശദീകരിക്കണമേ. സുന്ദരമായ പ്രാർത്ഥനയാണ്.
പല പള്ളികളിലും ഞാൻ കണ്ടിട്ടുള്ളത്. അത് പറയുമ്പോൾ ആ പ്രാർത്ഥന ഉടനെ എടുത്ത് എഴുന്നേറ്റ് പോവുക, എന്നിട്ട് അച്ഛനെ കുറിച്ച് കുറ്റം പറയും. കർത്താവിൻ്റെ അഭിഷിക്തരെ കുറിച്ച്, കർത്താവിൻ്റെ സമർപ്പിതരെ കുറിച്ച് കുറ്റം പറയും. തെറ്റുകൾ പറ്റുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റുകൾ പറ്റുന്നുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം വ്യക്തിപരമായിട്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഭംഗിയാവുക. അപ്പോഴാണ് സീറോ ഫിനിഷിംഗ് സ്ത്രീയുടെ വിശ്വാസം തന്നിലുണ്ടാവുക. നല്ല സമരിയക്കാരൻ്റെ ഉപമ എന്നിലൂടെ വരിക. യഹൂദനും സമരിയക്കാരനും കണ്ട ശത്രുക്കളാണ്. അവിടെ ആ ഉദാഹരണത്തിൽ പള്ളിയിൽ അച്ഛൻ വരുന്നുണ്ട്, കപ്പ്യാർ വരുന്നുണ്ട്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നല്ല ആളുകളെയും കാണിക്കുന്നുണ്ട്. അവസാനമാണ് ആര് വരണേ? സമരിയക്കാരൻ വരണേ. സമരിയക്കാരൻ അവനെ എടുത്ത് ലോഡ്ജിൽ കൊണ്ടാക്കുകയും കഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് കാശ് കൊടുക്കണം. എന്നിട്ട് പറയണേ, ഞാൻ തിരിച്ചു വരുമ്പോൾ പോരാത്തത് തന്നുകൊള്ളാം. നമ്മൾ എത്ര പേര് നമുക്ക് സഹായം ആവശ്യമുള്ളിടത്ത് അങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്ന എത്ര പേരുണ്ട്. ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് പറയുക, നിന്നെ വഹിച്ച ഉദരം എത്ര ഭാഗ്യം ചെയ്തവ. നമ്മൾ ധ്യാനത്തിനൊന്നും പോണ്ട, പ്രാർത്ഥന ഒന്നും പറഞ്ഞാലും നമ്മുടെ പ്രവൃത്തി സുന്ദരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വലിയ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെ വേറെ ഏത് മതത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുക? ഇത്ര ശ്രേഷ്ഠമായൊരു ദൈവമുള്ള ഏതൊരു മതമുള്ളത്? നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയാണ്, ആദരവോടുകൂടിയാണ് ഞാൻ സംസാരിക്കണേ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ക്രൈസ്തവ വിശ്വാസം എൻ്റെ ഉള്ളിൽ. ഞാൻ മറ്റു മതങ്ങളൊന്നും അനാദരവോടെ സംസാരിക്കില്ല. ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്, ഞാൻ എല്ലാ മതങ്ങളെയും ആദരിക്കുന്നു. ഞങ്ങളുടെ മിലിറ്ററിയിലെ പ്രാർത്ഥനാ സ്ഥലം തന്നെ പറയുന്നത് സർവ്വമത സ്ഥലം എന്ന് പറയുക. എല്ലാ മതങ്ങളുടെയും ഒരു സ്ഥലമാണ്. അവിടെ കാണുന്നത് കർത്താവിനെയാണ്, സിഖുകാരൻ കാണുന്നത് ഗുരുവിനെയാണ്, ഹിന്ദു കാണുന്നത് ശിവനോ വിഷ്ണു ഒക്കെ ആവാം. സർവ്വമത സ്ഥലം എന്നാണ് പറയാതെ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ഒപ്പം തന്നെ എൻ്റെ വിശ്വാസവും അതാ പറയണേ. നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവം വേറെ ഏത് സ്ഥലത്താണുള്ളത്? എത്ര വലിയ ശ്രേഷ്ഠ നമ്മൾ. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ സ്ഥാനം എന്താ? പുലിയായിട്ടുള്ള വൈദികനാ. കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, യാചിക്കണ്ട. എപ്പോഴാ? എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി കർത്താവ് അച്ഛൻ തിരിഞ്ഞു നിന്നിട്ട് കൈ കൂപ്പിയിട്ട് കയ്യെ നിർത്തിയിട്ട് എന്താ നിങ്ങളോട് ചോദിക്കാൻ കാരണം? നമ്മളാരാ? നിങ്ങളാരാ? ഞാൻ ജോസഫിൻ്റെ ഭാര്യ ഫിലോമിന. അല്ല, നിങ്ങളാരാ? കുർബാന സ്വീകരണത്തിന് മുമ്പ് പറയേണ്ടത് നമ്മളാരാന്ന് കുർബാന സ്വീകരണത്തിന് മുമ്പ് പറയണ്ടേ? വിശുദ്ധ കുർബാന. അച്ഛാ ആകാശത്ത് നോക്കിയിട്ട് പറഞ്ഞേ വിശുദ്ധ കുർബാന, അങ്ങനെയാണോ? അല്ല സിസ്റ്റേഴ്സ് നോക്കിയിട്ടാണോ പറയണേ വിശുദ്ധ കുർബാന? അപ്പം ആരാ നമ്മൾ? നിസ്സാരക്കാരല്ല, നമ്മൾ വിശുദ്ധ ജന. അപ്പം നമ്മൾ കൈ കെട്ടിയിട്ട് കുർബാനയ്ക്ക് വെക്കുമോ? എന്താ കഴിയാത്ത? 7:15 തീരുന്നുള്ളല്ലോ. ദിവസം ഇപ്പോൾ 7:20 അച്ഛൻ്റെ പ്രസംഗം തീരുന്നില്ലല്ലോ. കുട്ടികൾക്ക് കേറ്റിസിന് വരണമല്ലോ. ദൈവം ആലോചന ഭയങ്കര ആലോചനയാണ്. നമ്മളാരാന്ന് പറയണേ? നാളെ പള്ളിയിൽ പോകുമ്പോൾ ഈ ഒരു ഓർമ്മയുണ്ടാവുമോ? വിശുദ്ധ ജനം. അപ്പോൾ ഞാൻ ഇരുന്ന കസേരയിൽ വേറൊരു അമ്മാമ്മ വന്നിരുന്ന ദേഷ്യം വരുമോ? ചില പള്ളികളൊക്കെ ചിലർക്ക് ചില സീറ്റുകൾ കൃത്യമാണ്, കിട്ടിയില്ലെങ്കിൽ ചിലവർ വന്നിട്ട് ഇങ്ങനെ തിരിയും. ഇത് ഏതത്? അപ്പോൾ എന്തോ ഓർമ്മ വരണം, ഞാൻ വിശുദ്ധ ജനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചി അവിടെ ഇരുന്നോട്ടെ. ഞാൻ ചേച്ചി നമ്മുടെ മോന്ത കണ്ടിട്ട് പേടിച്ച് എഴുന്നേറ്റ് പറയാം, വേണ്ട ഞാൻ വിശുദ്ധ ജനാണ്, അവിടെ ഇനി ഇരുന്നോ എന്ന് പറയോ? വിശുദ്ധ ജന നമ്മുടെ സ്വഭാവ. ഒരു പള്ളിയിൽ ഇപ്പം പെരുന്നാളുകളൊക്കെ വരില്ലേ, വലിയ ചർച്ചയാണ് പള്ളിയിൽ. പ്രതിയോഗത്തിൽ വെറൈറ്റി പെരുന്നാളാണ്. നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ വെറൈറ്റി ആക്കണം. അപ്പോൾ എന്താ അച്ഛൻ ചോദിച്ചു, എന്തുട്ട് ഈ വെറൈറ്റി? നമുക്ക് ഇപ്രാവശ്യം പ്രദക്ഷിണത്തിന് ഒരു ആനേനെ ഇറക്കാം. കാരണം പ്രദക്ഷിണത്തിന് ഒരു ആനേനെ ഇറക്കാം. 50-55 വയസ്സുള്ള ഒരാളെ ഈ പറയണേ കേട്ടോ, ഈ ആനേനെ ഇറക്കാൻ പറയണേ. എന്താ പ്രദക്ഷിണം എന്ന് അറിയണ്ടേ? അപ്പം അച്ഛൻ പറഞ്ഞു ആന മതിക്കൂടാ. അപ്പോൾ ഒരാൾ പറഞ്ഞു പാമ്പാടി രാജ്യം മതിക്കില്ല, തെച്ചിക്കോട്ടു രാമേന്ദ്രനാണ് ഇപ്പം ഇങ്ങനെ ആനകളുടെ ചർച്ചയായി. പ്രദക്ഷിണം പോയിട്ട് എന്തായി? ആനകളുടെ ചർച്ച. ഏത് ആന വേണം പ്രദക്ഷിണത്തിന്? വെറൈറ്റിയാണ്. നമ്മുടെ പെരുന്നാളുകളൊക്കെ ഒന്ന് വെറൈറ്റിയാണ്. അവസാനം അച്ഛൻ ദേഷ്യം വന്നിട്ട് മേശയം അടിച്ചിട്ട് പറഞ്ഞു, രണ്ടിലൊന്ന് തീരുമാനിക്കാം, പ്രദക്ഷിണത്തിന് അച്ഛൻ വേണോ ആന വേണോ? ഇപ്പം എല്ലാവരും വളരെ ശാന്തരായി.
കാരണം അച്ഛൻ വയലൻ്റായി. പ്രദർശനത്തിന് ആരാ തിരും, അച്ഛൻ വേണോ ആന വേണോ? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് 55-60 വയസ്സുള്ള ഒരാളാണ്, അച്ഛൻ എല്ലാ കൊല്ലവും ഉള്ളതല്ലേ, അപ്പോൾ ഇക്കൊല്ലം ആന ആയിക്കോട്ടെ പകരം. ഒന്ന് ആലോചിച്ച് നോക്കി, 55 വയസ്സായ ഒരു മനുഷ്യനെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രദക്ഷിണത്തിൽ വൈദികൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയണം. നമ്മളാണ് മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുന്നത്. കേറ്റിസം പകർന്നു കൊടുക്കുന്നു, മതബോധനം പകർന്നു കൊടുക്കുന്നു, വിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഇതൊരു തമാശ കഥയൊന്നുമില്ല, ഉണ്ടാവും ഇതിനേക്കാൾ അപ്പുറം ഉണ്ടാവും പോണേ. പെരുന്നാളിൻ്റെ കുർബാനയ്ക്ക് ആരുമില്ലേ? 10:30 കുർബാന നമ്മളെപ്പോഴാണ് പുറപ്പെടുക? 11 മണിക്ക്. സാരി എടുത്ത് കഴിയണ്ടേ? വന്നവരൊക്കെ തീറ്റി പോറ്റണ്ടേ? അച്ഛൻ വന്നിട്ട് വികാരിച്ച് വന്നിട്ട് നോക്കുക പള്ളിയുടെ അകത്ത് 10:30 ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആകെ 4-5 ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ വന്നത് എന്താ വെച്ചാൽ അടുത്ത കൊല്ലം പെരുന്നാൾക്ക് ഉണ്ടാവില്ല എന്ന് ദൃഢമായ വിശ്വാസമുള്ള സീറ്റ് കിട്ടാത്ത ആളുകളായിരിക്കും നേരത്തെ വരിക. 10:30 കുർബാനയ്ക്ക് 10 മണിക്ക്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടാ. അവരുണ്ടാവും. പള്ളികാച്ച് നോക്കുമ്പോൾ റാഹേല മാമി ഉണ്ട്, ജോസഫ് പാപ്പാപ്പനും ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരിക്കുണ്ടാവും. സഭയുടെ ശക്തിയായിട്ടുള്ള ആരുമില്ല, CLC-ക്കാരും ഇല്ല, KCUമാരും ഇല്ല, ആരുമില്ല. അവരവിടെ കച്ചവടം നടത്തുക, ഐസ്ക്രീം കച്ചവടം, അച്ചപ്പം കൊഴപ്പം കച്ചവടം ഒക്കെ നടത്തുക അവിടെ. 10:30 കഴിഞ്ഞാൽ 10:45 ഗായക സംഘം പീം പാം കോന്നൊക്കെ അടിച്ചു തുടങ്ങും. 10:45 11 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മളെപ്പോഴെത്തുക? നമ്മൾ ഈ വിശുദ്ധ ജനം പറയുമ്പോഴേക്കും എത്തുക അല്ലേ? വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മളെല്ലാവരും എത്തി, സാന്നിധ്യം. എത്ര പേര് ഇത് പറഞ്ഞു കൊടുക്കണം? 10 മണിയുടെ കുർബാനയുടെ നേരത്തെ ചെല്ലേ എന്ന് എത്ര അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്ര അപ്പനും അമ്മയും പോയിട്ടുണ്ട്. ഈ വിശുദ്ധ കുർബാന എൻ്റെ വിശുദ്ധിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാത്ത ആരും തന്നെ ദൈവരാജ്യത്തിന് യോഗ്യരല്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, ഒട്ടകം നമ്മുടെ പരിപാടി ഇത് മുഴുവനാ ദണ്ട് കൈകൊടുപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ടെത്തുന്നല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ലേ, നിങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. പ്രഭാഷകന്റെ 5-ാം അധ്യായം 7-ാം വാക്യം പറയാം, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നീട്ടിവെക്കോ? മമ്മൂട്ടിയുടെ സിനിമ വന്നിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ആഴ്ച കാണാമെന്ന് പറയുമോ? അതൊക്കെ വേഗം പോകും അല്ലേ? മോളുടെ ബർത്ത്ഡേക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണം, വേണ്ട നമുക്ക് അടുത്ത കൊല്ലം ബർത്ത്ഡേക്ക് ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും പറയാറുണ്ടോ? പിന്നെ എന്താ കർത്താവിൻ്റെ കാര്യത്തിൽ മാത്രമേ നീട്ടിവെപ്പ്, നാളെ 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 നാളെ. കർത്താവിലേക്ക് തിരിയാൻ സമയം വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും ചെയ്യരുത് എന്ന് പറയുകയാണ്. അതിനായിട്ട് നമ്മൾ തന്നെ ഒരുക്കണം. അതിനെ FSSകാർ എഴുതിയിട്ടുള്ള ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. കർത്താവിൻ്റെ ശക്തിയുടെ പ്രഭാവത്തിൽ കരുത്തുള്ളവരാകുവിൻ. എന്താ കർത്താവിൻ്റെ ശക്തി? ഇടതേ കൊഞ്ഞിക്കടിച്ച് എന്താ പറഞ്ഞ കർത്താവ്? മറ്റേ വലതുകാരനും കൂടി കാണിച്ചു കൊടുക്കണമെന്നല്ലേ? അടി കിട്ടിയപ്പോഴാ കർത്താവിന് കിട്ടിയില്ല ഒരെണ്ണം. അപ്പോൾ കർത്താവ് എന്താ ചോദിച്ചേ? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, പിന്നെ നീ എന്തിനാ അടിച്ച്? ശ്രദ്ധിച്ചേക്കണം, അല്ലാണ്ട് ഇങ്ങനെ അടുത്ത് കൈ കിട്ടി എന്നാ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വിപ്ലവകരമായ മാറ്റം. കർത്താവിൻ്റെ ആലയം, പ്രാവുകളുടെ കച്ചവടം, നാണയ ശേഖരത്തിൻ്റെ കച്ചവടം, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടുത്തെ നാണയ കൈമാറ്റം വേണം, പ്രാവുകളെ സമർപ്പിക്കണം, ഒക്കെ വേണ്ടപ്പെട്ടതാ. പക്ഷെ അത് പള്ളിയിലുള്ളിലല്ല. ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണെന്ന് കാരണം ആ നേരത്ത് മാത്രമല്ല, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, ഇതെപ്പോഴും തോന്നണം. കാരണം സക്രാരിയിൽ യേശു ഇരിക്കണ്ടേ? പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ ആരാധന മഠത്തിലെ സിസ്റ്ററാണ് ഇവിടെ ഇരിക്കണേ. സക്രാരിയിൽ അവർ ആരാധന മാത്രമാണ് ചിന്തിച്ചേക്കണത്, അല്ലാതെ ഇത് ഉയർത്തുമ്പോൾ മാത്രമല്ല ഉയരങ്ങളിലേക്ക് പോകണ്ടേ. എൻ്റെ പള്ളിയിൽ 6 മണി കുർബാനയ്ക്ക് 5:45 പോയിട്ട് 15 മിനിറ്റ് നേരം അലിവ് തോന്നണേ എന്ന് എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ വിദ്യാലയത്തിന് വേണ്ടി, എൻ്റെ അധികാരികൾക്ക് വേണ്ടി, എൻ്റെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ദൈവം കേൾക്കും, കർത്താവ് സമീപസ്ഥന. ആവശ്യമുള്ളതാണ് തരും, ആവശ്യമില്ലാത്തതാണ് കർത്താവ് കീറുകളയും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ദൈവത്തിലേക്ക് ഉയരാനായിട്ട് എന്ത് വേണം? മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ വിശ്വാസം ഏറ്റെടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള തിന്മകൾക്കെതിരെ പോരാടാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഒരു ചിന്തയോടുകൂടി ദൈവസ്നേഹത്തിൻ്റെ വലിയ കൃപ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ലൂർദ് പള്ളി ഇടവക്കാരാ, ഞങ്ങൾ പുത്തമ്പള്ളി ഇടവക്കാരാ. അവിടെ പറയുന്നുണ്ട്, അബ്രാഹം ലോകത്തിൻ്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം നിയമത്തിലൂടെയല്ല ലഭിച്ചത്. എങ്ങനെയാ?
മകനുണ്ടായ കഥ തന്നെ അറിയാമല്ലോ, എത്രാമത്തെ വയസ്സിലാണ്? എന്നിട്ട് എന്താ പറഞ്ഞേ? മണൽത്തരി പോലെയെന്ന്. വയസ്സ് എത്രയായി? 90 കഴിഞ്ഞു. ഞാൻ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടീനെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇതാ വാക്യം. ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം നിയമത്തിലൂടെയല്ല ലഭിച്ചത്, മറിച്ച് വിശ്വാസത്തിലൂടെ. യേശു പിതാവായ ദൈവം പറഞ്ഞു, അത് വിശ്വസിച്ചു. മണല് പോലെ വളരുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തന്ന മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. ഒരു തടസ്സം ഉണ്ടായില്ലേ? കൊണ്ടുപോയി. മകൻ ചോദിക്കുന്നുണ്ട്, കത്തിയും ഒക്കെ ഉണ്ടല്ലോ, ബലിയർപ്പിക്കാനുള്ള ആടെവിടെയാ? അത് കർത്താവ് തരും. ശ്രദ്ധിച്ചേക്കണത്. പണിക്കാരോടെ നിർത്തി, പോകുന്നു, കെട്ടുന്നു, വിറകിന്റെ മുകളിൽ കെടുത്തുന്നു, കത്തിയെടുക്കുന്നു. എന്നിട്ടാ ദൈവം ഇടപെടണേ. അല്ലാണ്ട് ശരി, എന്നാൽ പരിചാരകരോടൊക്കെ നിന്നല്ലോ. അബ്രാഹാം ഒറ്റയ്ക്ക് മുമ്പ് കർത്താവിന് പറയാം, പിതാവായ ദൈവത്തിന് അബ്രാഹാം മതി, ഇഷ്ടായി ഇല്ല. തൻ്റെ പറയുന്ന വാക്ക് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഇവൻ എന്ന അനുഗ്രഹം കൊടുത്തത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവകൃപ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സമാധാനം, ഒരു പ്രശ്നം, വിശ്വാസം തെറ്റുമില്ല. നമ്മൾ കുർബാനയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ആൾട്ടർ ബോയ്സുകാർ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കാം സമാധാനം. അച്ഛനും 3 പ്രാവശ്യം സമാധാനം തരും. അപ്പം നമ്മളെന്താ ചെയ്യണ്ടേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. നാളെ മുതൽ പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ ആശീർവാദം വിശുദ്ധ ബൈബിൾ കൊണ്ടാണ്. നമ്മളത് കുരിശ് വരച്ചിട്ട് ആ സമാധാനത്തെ സ്വീകരിക്കണം. വിശുദ്ധ കുരിശ് വരച്ചിട്ട് സ്വീകരിക്കേണ്ടത്. രണ്ടാമത് അനുരഞ്ജനത്തിനെടുത്ത് ആ നേരത്ത് മാറി നിന്നാൽ പോരാ. ഇളയപ്പൻ്റെ മോളെ നിൽക്കണം, അവളായിട്ട് വഴക്കണം, എന്നാൽ അടുത്ത ലൈനിലേക്ക് കയറിക്കാന്നല്ല. ആ കൈ കൊടുക്കണത് ഇളയപ്പൻ്റെ മോൾക്ക് കൈ കൊടുത്തിട്ട് പറയണം, അനുരഞ്ജനം തെറ്റുപറ്റിപ്പോയി, തിരുത്തണം, മാപ്പാക്കണം. അവിടെ അനുരഞ്ജനത്തിൻ്റെ വിശദീകരണം ഉണ്ടാവുക. മൂന്നാമത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് വൈദികൻ്റെ സമാധാനം തരണേ. ആ അനുരഞ്ജനത്തിൻ്റെ വിശുദ്ധ കുർബാന സ്വീകരണം ഒരുക്കത്തോടെ സ്വീകരിക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, സ്വീകരിക്കണം. കുരിശ് വരച്ച് ഒരുങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും കുർബാനയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന വലിയൊരു സന്തോഷത്തിന് അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. 15 മിനിറ്റ് വേണ്ട അത് ഒരുക്കത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ എല്ലാവരും ഉണ്ടാവണം, മകനും ഉണ്ടാവണം, മകളും ഉണ്ടാവണം, മരുമോളും ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. ഒരുമിച്ചിരിക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുമിച്ചിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിക്കണം നമ്മൾ. നമ്മുടെ കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഈ സംഭവം. ഒരുമിച്ചിരിക്കുക. ഇത്ര സമയം, ഒരു 15 മിനിറ്റ് ദിവസം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക, ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും നേരത്തെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലി അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. നിങ്ങളുടെ വീട്ടിലൊരു സമാധാനത്തിൻ്റെ ഉപകരണമാണോ? കെട്ടിയവനോട് ചോദിച്ചാൽ അറിയാം അല്ലേ? ഭാര്യമാർ നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തിൻ്റെ ഉപകരണമാണോ? മക്കളൊക്കെ? അതൊന്നും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റില്ല സാറേ, ഞാൻ എഴുതി തരാൻ വേണമെങ്കിൽ അല്ലേ? അസീസിയുടെ പ്രാർത്ഥനയാണ്. ഞാൻ അടുത്ത ഡെഫിനിഷൻസ് നോക്കിയോ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, സന്താപമുള്ളിടത്ത് സന്തോഷവും വിതയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. നാട്ടുകാരല്ല ചെയ്യേണ്ടത്. ആരാ ചെയ്യേണ്ടതൊക്കെ? എൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് ആരാ? എൻ്റെ വീട്ടിൽ പ്രത്യാശ ഉണ്ടാക്കേണ്ടത് ആരാ? എൻ്റെ സമാധാനം ഞാനുണ്ടാക്കണേ. നമ്മളെല്ലാവരും പറയും അമ്മായിമ്മയാണ് കുഴപ്പം, മരുവളാണ് കുഴപ്പം, അമ്മാനപ്പനാണ് കുഴപ്പം, കെട്ടിയവനാണ് കുഴപ്പം, മക്കളാണ്. ഞാൻ വളരെ ഡീസൻ്റാണ്. തെറ്റാത്. ഞാൻ ഡീസൻ്റായി എൻ്റെ കുടുംബം ഡീസൻ്റാവും. കാരണം മറ്റുള്ളവരുടെ മേലൊന്നും നമ്മൾ കുറ്റമിടണ്ട. യേശു അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? യേശു ഉറങ്ങുമ്പോഴാണ് പറഞ്ഞേ, മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുക, നിങ്ങൾക്ക് കുറച്ച് നേരം എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ മാത്രമേ യാചനയുള്ളൂ. ശ്രദ്ധിച്ചേക്കണത്. നമ്മളിങ്ങനെ കുറ്റം പറയാതെ ഈ പറയുന്ന പ്രാർത്ഥനയുടെ അന്തസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും. എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ വീട്ടുകാരെന്നെ മനസ്സിലാക്കുന്നില്ല, പള്ളിയിലച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ അധികാരി, എൻ്റെ ഉയർന്ന എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അധികാരി എന്നെ മനസ്സിലാക്കുന്നില്ല. നിരാശ വേണ്ട, വാക്ക് ശ്രദ്ധിച്ചോ. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഡ്യൂട്ടി അത്. അല്ലാണ്ട് നിരാശയും നെഞ്ചത്തടിയൊന്നും വേണ്ട. അടുത്ത വാചകം, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും. ഇങ്ങോട്ട് സ്നേഹിക്കണം, അല്ല അങ്ങോട്ട് കൊടുക്ക്. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് മുതിർന്ന നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഒന്ന് കാണിപ്പിച്ചിരിക്കുക. അവർ എന്തപ്പോൾ പറ്റി, ഇന്നിപ്പോൾ ഗാകുലത്തേൽ എന്താ നടന്നതെന്നൊക്കെ വിചാരിക്കും.
മനസ്സിലായി? വെറുതെ ഇത്ര ചിരിക്ക വേണ്ടോ. ചെന്ന് കഴിക്കുക. അപ്പച്ചൻ കാലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പച്ച അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള. എന്നിട്ട് ചോദിക്കുക, കണ്ടില്ല? ഓ എന്താ അപ്പച്ച അത്, ഞാൻ പറഞ്ഞതല്ലേ വൃത്തി. അപ്പാപ്പൻ ചെറിയ മാറ്റങ്ങൾ നോക്കുക. അതേ പറയാം, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നു. അങ്ങോട്ട് സ്നേഹിക്കുക നിങ്ങൾ. എന്നിട്ട് പറയാം സ്നേഹം കിട്ടണില്ല, ഈ കുടുംബത്തെ എല്ലാ കാര്യവും ഞാൻ ആരെങ്കിലും സഹായിക്കാൻ വന്നാലാ വേണ്ടെന്ന് പറയും. എന്നിട്ട് നെഞ്ചിത്തടി നിലവിളി, ആരും സഹായിക്കുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ നിലവിളി നിർത്ത് നിങ്ങൾ. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടവരുത്തണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അർഹരായിട്ടുള്ള ചേച്ചി നാത്തൂൻ ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. കൊടുക്ക് നിങ്ങൾ വരും. ഇതേ നാത്തൂൻ വരുന്നുണ്ടാ, നിങ്ങൾ ഇനി ഓരോന്ന് കൊടുത്തോ എന്നല്ല പറയണ്ടേ. കൊടുക്കുമ്പോഴാണ് ലഭിക്കുക. പഠിച്ചോ? നമ്മുടെ ശരിക്കുള്ള വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നാത്തൂണ്ട് ഇല്ലേ? നമ്മളവിടെ ചെന്ന് ചൂലെടുത്തടിക്കലൊക്കെ പരിപാടിയാണ്. അപ്പോൾ ആ നാത്തൂന് ചൊറിച്ചിൽ വരും. ഇതേപോലെ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മുടെ ഭർത്താവിൻ്റെ സഹോദരി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ചൊറിച്ചിൽ നിൽക്കുന്നുണ്ടോ അതേ ചൊറിച്ചിൽ തന്നെ അവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നില്ല. മനസ്സിലായ? ക്ലിയറായോ? നമ്മളൊക്കെ വിശുദ്ധരാ. ഈ എൻ്റെ നാത്തൂനെ കൊണ്ട് ശല്യം. എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ നാത്തൂൻ ഞാനാകുന്ന നാത്തൂനാ. നമ്മുടെ വീട്ടിലൊരു നാത്തൂനാണല്ലോ. നമ്മളങ്ങോട്ട് ശരിയായി, എല്ലാം ശരിയാവും. അതുകൊണ്ട് പറയണേ കേട്ടോ. എന്താ പറഞ്ഞേ? കൊടുക്കുമ്പോഴാണ് നമ്മളെന്താണോ കൊടുക്കണം അത് കിട്ടും. ഒരു അളന്ന് നിറച്ച് അമർത്തി കുലുക്കി തരുന്ന പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്തേക്കും പോവില്ല. ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങളോട് ക്ഷമിക്കപ്പെടുന്നത്. അവനെ അന്ന് മോൻ്റെ കല്യാണത്തിന് ഞാനന്ന് സ്വർണം കൊടുത്തതാ, ഒരു പവൻ. ഏത് 40 കൊല്ലം മുമ്പ്. അന്ന് സ്വർണത്തിന് വില 50 രൂപ. എന്നിട്ട് ഇപ്പോൾ കൊടുന്നു എടുക്കാവൻ 2 ഗ്രാം. ആർക്ക് വേണോ? ഇന്ന് സ്വർണത്തിന് വില 1 ലക്ഷം. ഞങ്ങൾ ചില പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ, എഴുതി കൊടുക്കാനുള്ളത്. ലാസറേട്ടൻ തന്നത് 2 പവൻ, ലാസറേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ കൊടുത്തത് 2000 രൂപ. ആ പുസ്തകമൊക്കെ കീറി കളയും നിങ്ങൾ. തലയണൊരു അടിയിൽ വെച്ചിട്ട് കെടുക്കുക. അതിൻ്റെ കൂടെ കൊന്തി ബൈബിളും വെച്ചിരിക്കുക. ആ കൊന്തിയും ബൈബിളും പേടിച്ചിട്ട് ഇരിക്കണം അവിടെ ഇരിക്കും. നിങ്ങളുടെ ഈ പാപത്തിൻ്റെ ഭണ്ഡാരം എടുത്ത് വെച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് അതൊക്കെ കത്തിച്ച് കളയും. പറ്റിങ്ങി ഇന്നത്തെ ചൂടുവെള്ളം തിളപ്പിക്കണത് ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് കത്തിച്ച് കളഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. നല്ല പണിയല്ലേ? സ്വാതന്ത്ര്യത്തിന് കൊടുന്ന മനുഷ്യൻ തരക്കേടില്ല അല്ലേ? മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഈ വയസ്സായവരൊക്കെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കാറുണ്ട്. ജൂബിലി മിഷൻ ആശുപത്രിയിലൊക്കെ അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചെടുത്തൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം എന്താ വെച്ചാൽ പ്രിയതമ ആശുപത്രിയിൽ എടുക്കുക തിയേറ്ററിൽ. അപ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. അല്ലെങ്കിലാ ഇപ്പോൾ കണ്ണുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും, മോട്ടർ ഇട്ട പോലെ. രോഗം സുഖമായാലാ? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കണേ, അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം പിറന്നാളാണ് നാളെ. മാതാവിൻ്റെ സ്വർഗാരോപിത തിരുനാളാണ്. നിങ്ങളെ കാണാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വചനമൊന്നും പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ബൈബിളിലെ വാക്യ ഘടനയാണ് ഞാൻ പറഞ്ഞത്. അതിൽ തിയോളജിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടായോ എന്ന് എനിക്കറിയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ധ്യാനം കഴിഞ്ഞ് പോയാൽ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. മോന്തായി കുമ്പളങ്ങ ചീഞ്ഞ കുമ്പളങ്ങേരെ പോലെ നിർത്തി പിടിക്കാണ്ട് ഒന്ന് ചിരിക്കുക. മനസ്സിലായി? ഞാൻ ഇവിടെ കടന്നു വരുമ്പോഴും അതെല്ലാം ദുഃഖമാണ്. ആർക്കാ ദുഃഖമില്ലാത്ത? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദുഃഖമില്ലാത്തവരുണ്ട്? എല്ലാവർക്കും ഉണ്ട് ദുഃഖം. ഒന്ന് കെട്ടിയവനാവാം, ഒന്ന് മരിയോളാവും, ആൾ മാറും. ഇത്രേ ഉള്ളൂ. ദുഃഖമില്ലാത്ത ആളും ഇല്ല. സിസ്റ്ററിൻ്റെ കൂടെ ആ കൊനുമിച്ച് മടത്തുനിന്ന് തൃശ്ശൂർക്ക് എന്നെ മാറ്റി സിസ്റ്ററിന് ദുഃഖമുണ്ട്. എല്ലാവർക്കും ദുഃഖമില്ലാത്തൊരാളും ഇല്ല. എൻ്റെ നാട്ടിലെ മഠത്തിൽ അവിടെ ഞാൻ സിസ്റ്ററിന് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കണം. ദുഃഖമില്ലാത്തൊരാരും ഇല്ല. അപ്പോൾ നമ്മൾ സന്തോഷിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ പകുതി കേട് കുറയും. അമല ആശുപത്രിയിൽ പോയിട്ട് മരിക്കേണ്ടെന്ന് മനസ്സിലായ? അപ്പോൾ നല്ല മിടുക്കന്മാരായിട്ട് ഇന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മാതാവിൻ്റെ സ്വർഗാരോപിത തിരുനാളൊക്കെ അടിപൊളിയാക്കിക്കോളാം കേട്ടോ. ഷുഗർ ഉണ്ടെങ്കിൽ നാളെ ലഡുവൊക്കെ തിന്നോ, എന്നിട്ട് മറ്റന്നാൾ പോയിട്ട് ആശുപത്രിയിൽ കിടന്നു. മനസ്സിലായ? സന്തോഷത്തിൽ ജീവിക്കുക. ഇതല്ലാണ്ട് ഷുഗറാണ്. ഇപ്പം എൻ്റെ ഒരു മാഷുണ്ട്, കൂടെയുള്ള സുഹൃത്താണ്. പഞ്ചസാര ഇല്ലാത്ത ചായ കുടിക്കുള്ളൂ. ആ ചായ മധുരമുള്ള കൂടുന്ന ആൾ പറയും വേണ്ട ഷുഗർ ഉണ്ടേ, മധുരമില്ലാത്ത ചായ കുടിക്കും, ലഡുവൊക്കെ തിന്നും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഈ ലഡു തിന്നണേ? അല്ല, അത് അവർ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു വിഷമാവേണ്ടത്. അപ്പോൾ അതുപോലെ ലഡുവൊക്കെ തിന്നോ, ആരോഗ്യമൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി 80ാം സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകളും മാതാവിൻ്റെ സ്വർഗാരോപിത മംഗളങ്ങളും. എനിക്കൊരു ഭാര്യയും 3 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അവിടെയും കലഹങ്ങളുണ്ടേ കേട്ടോ. ഓക്കെ, സന്തോഷം. താങ്ക് യു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.